എൻ്റെ പേര് രാമൻകുട്ടി എന്നാണ്. പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് ആർക്ക് എഞ്ചിനീയർ വർക്ക്ഷോപ്പ്. പിന്നെ ഇത് സ്ഥലം കവളപ്പാറ. ഞാൻ ഒരു 45 വർഷമായി. നമുക്ക് ആവശ്യമാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഡോറ്, ഗ്രില്ല്, ഗേറ്റ്, ഡ്രസ് വർക്ക്, എല്ലാ വർക്കുകളും. മേലെ മേയുമ്പോൾ 1.5 അടി 2 അടി സൺസൈഡ് മറച്ച് പുറത്തേക്ക് ഇടണം. അവിടെ നമുക്കൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെക്കുന്ന വീടല്ല. നമ്മളൊരു 10 വർഷം കഴിഞ്ഞാലോ 20 വർഷം കഴിഞ്ഞാലോ വേറെ വീട് വെക്കണമെങ്കിൽ അത്രയും ചിലവ് കൂടുതലാണ്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ 2 അടി 2.5 അടിക്ക് പുറത്തേക്ക് ഇട്ട് മേയുകയാണെങ്കിൽ നമുക്കൊരു 50 വർഷം 45 വർഷം വീട് കിട്ടും. അത് ആര് ജീവിപ്പിക്കാനും അത് അവരെ കൊണ്ട് പറഞ്ഞ് ജീവിപ്പിക്കണം. ഇത് പറയുമ്പോൾ ആരും പറഞ്ഞു തരില്ല. സത്യമാണ്. അതും അറിയില്ല, നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഡ്രസ്സ് മേയുകയെന്ന് മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. ഇത് നാളത്തെ എന്താ അനുഭവം എന്നുള്ളത് നിങ്ങൾ ആർക്കും അറിയില്ല. അത് ടിട്ടി ഡോറ്, സേഫ്റ്റി ഡോറ് ചെയ്യാറുണ്ട്. കൂടുതൽ വർക്ക് ചെയ്തിരുന്ന അമേരിക്കൻ കമ്പനിയിലാണ് പണിയെടുത്തായിരുന്നു. അവർക്ക് സേഫ്റ്റി ഡോറ് പറഞ്ഞ ഒരു ഡോറ് 300-350 കിലോ വെയിറ്റാണ്. ഇവിടെ ആരും പണിയാറില്ല. ലോക്കർ പറയുന്ന പണം ലോക്കർ ഇങ്ങനെ പണിയാണ്. ഇത് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വീട് ചെയ്യുന്നതാണ്. അതന്നെ നമ്മുടെ ഏറ്റവും വലിയ വിജയം. പിന്നെ നമ്മളൊരു വാക്ക് പറയുമ്പോൾ വാക്ക് മാറില്ല, അതിഷ്ടമല്ല. അങ്ങനെ ഒരു ജീവിതമില്ല. ഇപ്പോൾ ചുരുങ്ങിയത് 40-45 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. രഹസ്യം എന്താ? നമ്മുടെ തൊഴിൽ. നമ്മളൊരാളോട് വാക്ക് പറയുമ്പോൾ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ആത്മാർത്ഥത ചെയ്യുക, അത് കറക്റ്റായി വൃത്തിയായിട്ട് പണിയെടുത്ത് കൊടുക്കുക. അതൊക്കെ തന്നെ ഏറ്റവും വലിയ വിജയം. ആളെ മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ആ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ നഷ്ടവും ലാഭവും അതൊരു ബിസിനസിൻ്റെ വാക്ക്. നമ്മളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് അട്ട പറഞ്ഞിട്ട് കഴിച്ചൊക്കെ അറിയാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ എല്ലാവരും ആലോചിക്കുക. ഒരു വീട് സൺസൈഡും മറിച്ച് മേയാനും പിടിക്കാനും അവനവരുടെ വീടിൻ്റെ സുരക്ഷ നോക്കാനും എല്ലാവരും പഠിക്കേണ്ട. ക്യാമറ ഉണ്ട്, പിന്നെ നമ്മുടെ വാട്ടർ കഴുകണ മെഷീനുണ്ട്, കംപ്രസറുണ്ട്, പിന്നെ കട്ടറുണ്ട്, ഡ്രില്ലുണ്ട്, LT ഉണ്ട്, പിന്നെ നമ്മുടെ മുട്ടും പറയും. പിന്നെ അത്യാവശ്യം ഉപയോഗങ്ങൾക്ക് വണ്ടിയും സാധനം അടുത്തൊക്കെ അറിയുക ചെയ്യും. ദൂരക്കാണെങ്കിൽ പെട്രോളിൻ്റെ കാശ് കൊടുക്കണം. പേമൽ വിളിച്ച് പറയണം. പേമൽ കുറച്ചാൽ പേമൽ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം അന്നത്തെ കാലം അങ്ങനെയാണ്. അതിനായിട്ട് സ്വത്തും മേഖല ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ആളല്ല. നമ്മൾ അധ്വാനിച്ച മോറിൻ്റെ കുറച്ച് ഇനി നടന്നു പോണ ആളാ. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ റേറ്റിൻ്റെ കാര്യത്തിന് വെല്ലുവിളി ഉണ്ടാവുള്ളൂ. പണികൾക്ക് സാധനങ്ങൾക്കും വ്യത്യാസം വരും. അത് ഓരോരുത്തർ തൊഴിലിനനുസരിച്ചാൽ നിങ്ങൾക്ക് 10 റുപ്യ ഞാൻ റേറ്റ് കമ്മി എടുക്കേണ്ടി അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇടുള്ളൂ. പിന്നെ നമ്മളൊരു ഒരു ഓട് മെയ്യാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഇതടിക്കുകയാണെങ്കിലും അതിനെ കടക്കുന്നുണ്ട്. ഇതൊന്നും ആരും അന്വേഷിക്കാറില്ല. 10 റുപ്യ കമ്മി എവിടെയെന്ന് പറഞ്ഞാൽ അവിടെയാണ് പണി കിടക്കാറുള്ളൂ. ഇതൊക്കെ ആർക്കും അറിയില്ല. ഇന്നത്തെ 10 റുപ്യ ലാഭം അവിടെ, നാളെ 20 റുപ്യ നഷ്ടം വരുന്ന ആരും ചിന്തിക്കാറില്ല. ഇപ്പോഴത്തെ ലാഭമാണ് ഏറ്റവും മനുഷ്യന് വലുത്. ഇത് പറയാൻ ആര് ചെയ്തു കൊടുക്കാനും ശരി, ഒരു വാക്ക് പറഞ്ഞ നഷ്ട ലാഭം നല്ലതാ. വാക്ക് പറഞ്ഞാൽ ചെയ്യുക. പിന്നെ ഏത് വീട് ചെയ്യുമ്പോൾ സൺസൈഡ് മറച്ച് 1.5 അടി 2 വീടിട്ട് മേയാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ നാളെ ആര് പണിയെടുത്താലും ആരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനില്ല. പറഞ്ഞു പറ്റിക്കുന്ന ഏർപ്പാട് ആരും അതിൽ പെടരുത്. ആരായാലും ഒരാളുടെ നമ്മൾ കൈ നീട്ടാണ് ജയിക്കുക. അധ്വാനിക്കാൻ മനസ്സും ഇതും കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും വിജയിക്കാൻ മനുഷ്യനെ. അത് മനുഷ്യൻ ചിന്തിക്കണം. അത് പണിയെടുക്കാൻ മനസ്സ് അതുണ്ടാക്കുക ആദ്യം. അല്ല മറ്റുള്ളവർ അവരെ ജീവിക്കുന്നതായിട്ട് നമ്മൾ കുശുമ്പും കൊണ്ടും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ജീവിതത്തിൽ ആദ്യം മനുഷ്യൻ അർത്ഥം പഠിക്കേണ്ട അവിടെയാണ്. ആർക്ക് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, കവളപ്പാറ എറപ്പ അമ്പലത്തിൻ്റെ ഫ്രണ്ട്, ആർക്ക് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്.